ഹായ് ഡിയേഴ്സ്. അപ്പോൾ കഴിഞ്ഞ 2 വീഡിയോയുടെ കണ്ടിന്യൂവേഷൻ തന്നെയാണ് കേട്ടോ ഈ വീഡിയോ. അപ്പോൾ ആ എൻഗേജ്മെൻറ്റ് കുട്ടിയുടെ തന്നെ വേറൊരു ഔട്ട്ഫിറ്റാണിത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ബീഡ്സ് വെച്ച് സ്കാലപ്പ് ചെയ്തിട്ടുള്ള ഷോള്. ആക്ച്വലി എനിക്കിത് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ, ചെയ്യണമെന്ന്. എനിക്ക് താഴെ ഇരുന്ന് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു ചെയർ അരി സ്റ്റാൻഡൊക്കെ വാങ്ങിയിട്ട് ചെയ്ത വർക്കാണിത്. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ഞാൻ പിന്നെ വേറൊരു വീഡിയോയിൽ പറയാം. അപ്പം ഇതാണ് കേട്ടോ, ആലിയ കട്ട് മോഡലാണ് നമ്മൾ ഈ ഡ്രസ്സ് ചെയ്തത്. അതുപോലെ ഇത് മെറ്റീരിയൽ എടുത്തതാണ്. അതുപോലെ തന്നെ ഇത് വീനെക്കിൽ നമ്മളൊരു സിമ്പിളായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഈ ബീഡ് വർക്ക് ചെയ്ത് കൊടുത്തത്. അപ്പോൾ സമയക്കുറവ് കാരണം നമ്മളങ്ങനെ എല്ലാം പെട്ടെന്നാക്കിയതാണ്. പിന്നെ ഓവറായിട്ട് വർക്ക് വരുന്നതും ആ കുട്ടിക്ക് ഇഷ്ടമല്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വെച്ചിട്ട് നമ്മൾ ചെയ്ത ഒരു ഔട്ട്ഫിറ്റാണിത്. അത്യാവശ്യം വൺ സൈഡിലാണ് നമ്മൾ ഈ സ്കാലപ്പ് ചെയ്തിരിക്കുന്നത്. സോൾഡറിങ് അയൺ ഉപയോഗിച്ച് തന്നെയാണ് ഈ സ്കാലപ്പ് നമ്മൾ ഷേപ്പ് ചെയ്ത് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ വർക്കൊക്കെ ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കൂട്ടോ. നമുക്കൊരു വലിയ വീഡിയോ ആയിട്ട് ചെയ്യാം. ഈ ഒരു കുറച്ച് നേരത്തെ ഷോർട്സിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്നും കാണിക്കാൻ പറ്റില്ല. അപ്പോൾ അതുപോലെ തന്നെ ഇനി അടുത്ത 2 ഷോളിൽ ഞാൻ ചെയ്തിരിക്കുന്നത് ത്രെഡ് വെച്ചുള്ള സ്കാലപ്പാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ അടുത്തതായി ഇടുന്നുണ്ട്. അപ്പം മണവാട്ടിയാകാൻ പോകുന്ന കുട്ടി തൊട്ടടുത്ത വീട്ടിലെ മിന്നുമോളെന്ന് വിളിക്കുന്ന അബിയാണ് കേട്ടോ ഇത്. അപ്പോൾ എൻഗേജ്മെൻറ്റിൻ്റെ തലേ ദിവസം ഫംഗ്ഷൻ്റെ ഇടയിൽ കൂടി ഞാൻ പോയി എടുത്ത 2-3 ഫോട്ടോസാണ് കേട്ടോ ഇത്. അബിയയും അമ്മ ജെസ്സിയേച്ചിയും ഞാനുമാണ്